കഴിക്കാൻ പോകും. ഒക്കെ കൂടെ പിടിച്ചിട്ട് പിടി. ഒന്ന് ചെയ്തേക്കണേ. ഹായ് ഗൈസ് ആൻഡ് വെൽക്കം ടു സിഡ്നി മലയാളി. എന്തൊക്കെയുണ്ടല്ലോ ഒരു വിശേഷം? സുഖമല്ല എല്ലാവരും? ഞാനും സുണ്ടും കുട്ടോളും നിങ്ങൾ ലാസ്റ്റ് വീഡിയോയിൽ കണ്ട മാതിരി സേഫായിട്ട് ഇതാ നാട്ടിലെത്തി. നമ്മുടെ ഹോളിഡേയ്സൊക്കെ തുടങ്ങി ആൻഡ് വി ആർ ഓൾ ഡൂയിങ് വെൽ. അപ്പോൾ എനിക്ക് ഹോളിഡേയ്സൊക്കെ വിഷ് ചെയ്തിട്ട് കുറേ പേര് മെസ്സേജൊക്കെ ചെയ്തിരുന്നു സിൻസ് ദ പാസ്റ്റ് ഫ്യൂ ഡേയ്സ്. സോ താങ്ക് യു ടു എവറി വൺ. എല്ലാവരും ഉഷാറായിരിക്കണോ വിചാരിക്കണം. നമ്മളിവിടെ സെറ്റിലായി ഒന്ന് ടുക്ക് കപ്പിൾ ഓഫ് ഡേയ്സ് ബിക്കോസ് കുട്ടികൾക്കൊക്കെ ഭയങ്കര ജെറ്റ് ലാഗ്, എനിക്കും ഭയങ്കര ജെറ്റ് ലാഗ്. സുള്ളിൽ പിന്നെ ഓക്കെ ആയിരുന്നു, വേഗം റിക്കവറായി. എനിക്കിന്ന് കുറച്ച് ലൈക്ക് ഉറക്കൊക്കെ നേരത്തെ 4 മണിക്കൊക്കെ പുലർച്ചെ നീറ്റ്, പിന്നെ വൈകുന്നേരം സന്ധ്യ നേരം ആകുമ്പോഴത്തേക്ക് ഇങ്ങനെ തൂങ്ങി അങ്ങനത്തെ ഒരു കുറച്ച്. ആൻഡ് സാനുവിനൊക്കെ ഭയങ്കര ഛർദിയും വയ്യായൊക്കെ ഉണ്ടായി ബിക്കോസ് ഭക്ഷണമൊന്നും വരേക്ക് കഴിക്കാൻ പറ്റാണ്ടേയും ഒക്കെ ബിക്കോസ് ഓഫ് ദ ജെറ്റ് ലാഗിൻ്റെ ഇഷ്യൂസ് ആയിരുന്നു. ചെറുതും പുലർച്ചെ നീറ്റ് നമ്മുടെ നെഞ്ചത്ത് കയറി ഇരിക്കുക, അങ്ങനത്തെ അലമ്പ് സ്വഭാവങ്ങളൊക്കെ ആയിട്ട് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നു. ബട്ട് വി ആർ ഓൾ റിക്കവറിങ്, വി ആർ ഓൾ ഫൈൻ, വി ആർ ഓൾ സെറ്റിലിംഗ്. ഇപ്പോൾ ഉറക്കത്തിൻ്റെ പാറ്റേൺ ഒക്കെ ശരിയായി ആൻഡ് വി ആർ സ്പെൻഡിങ് സം ക്വാളിറ്റി ടൈം വീട്ടുകാരുടെ കൂടെയൊക്കെ. സുനിലിൻ്റെ ഇടയിൽ നെക്സ്റ്റ് ഡേ തന്നെ വേഗം സുനിലിൻ്റെ വീട്ടിലൊക്കെ പോയിട്ട് തിരിച്ച് വന്നാളൂ 2 ഡേയ്സിന് ശേഷം കേട്ടോ. ബട്ട് ആ ഗ്യാപ്പിൽ ഞാനും സാനും കുറച്ചൊക്കെ കറങ്ങി. അപ്പോൾ ഈ ഒരു എത്തിയ ഫസ്റ്റ് ഒരു 1 വീക്കിലെ കുറേ വിശേഷങ്ങളൊക്കെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യണം എന്ന് തോന്നി. നാട്ടിൽ നല്ല മഴ. എന്നോട് കുറേ പേര് പറഞ്ഞിരുന്നു മഴക്കാലത്താണല്ലോ നാട്ടിൽ പോണേ മെനക്കടായില്ലേ എന്നൊക്കെ. ബട്ട് ഐ ആക്ച്വലി ലവ് ദിസ് സീസൺ കേട്ടോ ബിക്കോസ് മഴയാണ് ബട്ട് അറ്റ് ദ സെയിം ടൈം തണുപ്പൊന്നുമില്ല കേട്ടോ. എസിയും ഫാനൊന്നും ഇല്ലാണ്ട് പറ്റില്ല, അങ്ങനത്തെ കുറച്ച് ഹ്യൂമിഡിറ്റി ഉണ്ട്. അപ്പോൾ സാനു ഓട്ടോ പോകണം കറങ്ങണം എന്നൊക്കെ ഭയങ്കര ത്രില്ലായിരുന്നു. അപ്പോൾ ഞാൻ അവളെയൊക്കെ പുറത്തൊക്കെ കൊണ്ടുപോയി. അപ്പോൾ ആ വിശേഷങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ കാണിച്ചു തരാം. അത് കഴിഞ്ഞിട്ട് ഞാൻ ബാക്കി കാര്യങ്ങൾ പറയാട്ടെ. നാട്ടിൽ വന്നാൽ മാൻഡറ്ററി ആയിട്ട് ചെയ്യുന്ന സംഭവമാണ് ഓട്ടോറിക്ഷയിൽ കയറുക കേട്ടോ. സാനുവിന് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ കുട്ടിയായിരുന്നപ്പോഴും ഇപ്പോഴും അതെ, എനിക്ക് വലിയ ഇഷ്ടമാണ്. സാനുവിന് എൻ്റെ അതേ ശീലമാണ്. ഓട്ടോ കയറണമെന്ന് ഭയങ്കര നിർബന്ധമാണ്. പോകുമ്പോൾ നല്ല രസമാണ്. അതാ നമ്മുടെ വഴിയോരത്തുള്ള കടകൾ, പിന്നെ ഇങ്ങനെ അമ്പലം, പള്ളികൾ, ഓട്ടോറിക്ഷ സ്റ്റാൻഡ്, ചെറിയ ചെറിയ കടകൾ. അതുമാത്രമല്ല ഇതിപ്പോൾ നല്ല മഴക്കാലമായതുകൊണ്ട് നമുക്ക് നല്ല മഴക്കാറും കണ്ടിട്ടും പോവാം. മഴ പെയ്യുമ്പോൾ കുറച്ച് മെനക്കെട് തന്നെയാണ് ഓട്ടോയിൽ, പക്ഷെ നല്ല രസമാണ് ഇങ്ങനെ വഴിയോരത്തുള്ള കാഴ്ചകളൊക്കെ കണ്ടു പോവാൻ കേട്ടോ. സാനുവിന് ഇത് അവിടെ സിഡ്നിയിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ കിട്ടാറില്ല. അതുകൊണ്ട് നാട്ടിൽ വരുമ്പോഴാണ് ഇതായി കുലുങ്ങി എങ്ങനെയാണ് യാത്ര ചെയ്യുക എന്നൊക്കെ അവൾ കാണുക. ഇങ്ങനെ റെയിൽവേ ട്രാക്കിൻ്റെ നടുക്ക് കൂടെ പോകണതും കൂടെയൊക്കെ സാനു ആദ്യമായിട്ടാട്ടോ പ്രാവശ്യം കണ്ടേ. ഈ റൂട്ട് കൂടെ അവൾ മുമ്പൊന്നും പോയിട്ടില്ലായിരുന്നു. നമ്മുടെ നാട്ടിൽ എന്തൊക്കെ പോസിറ്റീവ്സ് ആൻഡ് നെഗറ്റീവ്സ് ഉണ്ടെങ്കിലും ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ നമുക്കിതിൽ ഹാപ്പിനെസ് മാത്രമല്ലേ കിട്ടുന്നുള്ളൂ അല്ലേ. ഇവളിനോട് ചോദിക്കായിരുന്നു ഇവിടെ എന്തിനാ എത്ര ആൾക്കാർ ഹോൺ അടിക്കണേന്ന്. അതിനിപ്പോൾ എന്താ എനിക്ക് പറയാൻ അറിയില്ല. നാട്ടിൽ നമ്മുടെ ഒരു ഡ്രൈവിങ് ഭയങ്കര വ്യത്യാസമല്ലേ. അപ്പോൾ അവൾക്ക് കണ്ടപ്പോൾ കുറേയൊക്കെ പേടിയായിട്ടോ. എനിക്കും ആക്ച്വലി ഇപ്പോഴും നാട്ടിൽ ഇങ്ങനെ അടുത്ത് കൂടെ ട്രക്കും ബസ്സൊക്കെ വരുമ്പോൾ ഭയങ്കര പേടിയാണ്. ഞാൻ എന്നിട്ട് ഇങ്ങനെ ഓട്ടോയിലൊക്കെ കയറിയാൽ പറയും ചേട്ടാ പ്ലീസ് പതുക്കെ കേട്ടോ. എനിവേസ് നമ്മളിതാ ശോഭ സിറ്റിയിലേക്കാണ് പോണേ. ഇതാണ് തൃശ്ശൂരുള്ള ശോഭ സിറ്റി. സാനുവിന് ഇവിടെ മാൻഡറ്ററി ആയിട്ട് വരുന്നതാണ്. നമ്മുടെ ജോയ് ആലൂക്കാസിൻ്റെ മാൻഷനാണ് കേട്ടോ ഈ കാണുന്നത്. ഇറ്റ്സ് എ വെരി ബ്യൂട്ടിഫുൾ ലുക്കിംഗ് ഹൗസ്. ഇതിൻ്റെ തൊട്ട് തന്നെയാണ് കല്യാൺ ജ്വല്ലേഴ്സിൻ്റെ അവരുടെ വീടും. തൃശ്ശൂർ ഇങ്ങനെ ജ്വല്ലറിക്കൊക്കെ ഭയങ്കര ഫേമസ് അല്ലേ. ഇതാണ് ശോഭ സിറ്റി മോള്. ഇതിനകത്ത് ഇതൊരു ടൗൺഷിപ്പ് പോലെയാണ്. അതിന് ഇതിനകത്തുള്ളൊരു ഷോപ്പിംഗ് സെൻറ്റർ അത് കേട്ടോ. സാനുവിന് ഇവിടെ കുറേ സാധനങ്ങൾ വാങ്ങിക്കൂട്ടാനും പിന്നെ ഗെയിംസ് കളിക്കാനും ഒക്കെ വേണ്ടിയിട്ടാണ് സ്ഥിരം എല്ലാ കൊല്ലം കൊണ്ട് വരിക. മേക്കപ്പിൻ്റെ ഭ്രാന്ത് ഇപ്പോൾ കുറച്ചായിട്ട് വല്ലാണ്ട് കൂടിയിരിക്കണു. ഇനിയിപ്പോൾ എന്താ ചെയ്യുക എനിക്കറിയില്ല. എന്നാലും ഇതാ നൈക്ക എന്ന് പറഞ്ഞിട്ടുള്ള നൈക്കയുടെ പ്രൊഡക്ട്സും പിന്നെ അതുമാതിരി വേറെ കുറേ പ്രൊഡക്ട്സൊക്കെ കിട്ടണേ അവിടെ ഇങ്ങനത്തെ ഒരു സ്റ്റോറുണ്ട്. അപ്പോൾ അവിടുത്തെ സെയിൽസുകാർ അതിനെ കയറി പിടിച്ചു. ഇതിൻ്റെ ഇങ്ങനത്തെ മേക്കപ്പ് സാധനങ്ങൾക്കുള്ള കൂടി വരുന്നു ഓരോ ദിനം പ്രതി. അപ്പോൾ അതിൻ്റെ കൂടെ ഇങ്ങനത്തെ വാങ്ങണ പൂതി കുറച്ച് കൂടണു. പിന്നെ ഡാൻസിനായി യൂസ് ചെയ്യൂ, ഒരു സന്തോഷത്തിനല്ല നാട്ടുവന്തല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് വാങ്ങിയിട്ട് ഒരു ബാഗ് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കൂട്ടിയത്. കോംപ്ലിമെൻ്ററി അവർ കുറേ ഗിഫ്റ്റൊക്കെ തന്നു. അവരെന്നെ ഞെട്ടി, ദൈവമേ ഞാനും ഞെട്ടി ബില്ല് വന്നപ്പോൾ. ഞങ്ങൾക്ക് അയലാഴ്ച നാട്ടിൽ വന്നപ്പോൾ ഈ സ്റ്റുഡിയോ ഇങ്ങനെ തുറക്കണുണ്ടായിരുന്നുള്ളൂ ഇവിടെ കേട്ടോ ലാസ്റ്റ് ഇയർ. ഇക്കൊല്ലം ഞാൻ തുറന്നിരിക്കണു. എന്നാൽ പിന്നെ കയറിയാട്ടോ തുണിക്കടയാണ് മെയിനായിട്ട്.
അവിടെയും കയറണമെന്നുണ്ട്, അപ്പുറത്തും കയറണമെന്നുണ്ട്, എല്ലായിടത്തും കയറണമെന്നുണ്ട്. അതാ കയറാം. ഞാനും സാനുമണിയും കൂടി കുറേ സാധനങ്ങൾ വാങ്ങി കൂട്ടിയിട്ടോ. വെരി വെരി അഫോർഡബിൾ റേറ്റ്സ് കേട്ടോ. ഷൂസിനും അതുമാതിരി ക്ലോതിങ്ങും ഒക്കെ അങ്ങനെ ഈ ശോഭ സിറ്റിയിൽ ഇങ്ങനെ കുറേ സ്റ്റോഴ്സ് ഉണ്ട്, പാൻറ്റലൂൺസ് ഉണ്ട്. അപ്പോൾ ഇഷ്ടംമാതിരി സാധനങ്ങൾ നമുക്ക് ഓരോന്ന് ട്രൈ ചെയ്യാം, നമുക്ക് വേഗം എടുക്കാം. അപ്പോൾ ഭ്രാന്ത് പിടിച്ച് നമ്മൾ രണ്ടുപേരും കുറേ തുണിക്കും സാധനങ്ങളും വാങ്ങിക്കൂട്ടി. തുണിക്കടയിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ. ഇനിയിപ്പോൾ അവൾക്ക് വിശക്കണോ, അപ്പോൾ ഒരു ലൈറ്റായിട്ട് ടോപ്പിങ്സ് എന്തെങ്കിലും കഴിച്ചിട്ട് പോവാച്ചിട്ടാണ്. അതിന് വേണ്ടിയിട്ട് തപ്പി ഇറക്കുക. എനിക്ക് തുണി കാണുമ്പോഴേ എല്ലാം മറക്കണം. പക്ഷെ ഇവളങ്ങനെയല്ലല്ലോ, ഇവൾക്ക് മേക്കപ്പാണ് വേണ്ടത്. ഈ മേഴ്സണീസ് പറഞ്ഞിട്ടുള്ളൊരു സ്ഥലത്ത് വന്നു കേട്ടോ. ഷേക്സും ഐസ്ക്രീംസും ഒക്കെ ഉള്ള ഒരു സ്ഥലം. കഴിച്ചോക്കിയിട്ട് പറയാം. ഇത് ടെൻഡർ കോക്കനട്ട് മാംഗോ നല്ലതാണോ? ഓ, അതൊന്ന് വിടൂ. ഈ ഒരു ചിന്ത മാത്രമുള്ളൊരു കുട്ടി അത് ഐസ്ക്രീം കിട്ടിട്ടാണ് പിന്നെ മോള്. ഓക്കെ, എല്ലാ കൊല്ലം വരണ മാതിരി ഇവിടെയും സാനുമണി എത്തിയിട്ടുണ്ട്. അതായത് നമ്മുടെ മെയിൻ ഉദ്ദേശം ഈ ആർക്കേഡ് ഗെയിംസ് കളിക്കാൻ വേണ്ടിയിട്ട്. നമ്മളൊക്കെ പണ്ട് നാട്ടിലേക്ക് വരുമ്പോഴേ എന്തായാലും വരുന്ന ഗുരുവായൂർ അമ്പലത്തൊക്കെ ആയിരുന്നു. ഇവൾക്ക് ഇതാണ് സംഭവം. ആർക്കേഡിൽ കയറിയിട്ട് ഭാഗ്യത്തിന് ഇപ്രാവശ്യം സാനുവിന് ഒരു കൂട്ടുണ്ടായിരുന്നു, വേറൊരു ആൺകുട്ടിയും കളിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ബമ്പർ കാറിലൊക്കെ അവൾക്കൊരു കൂട്ടായി. ഒറ്റയ്ക്ക് എന്താണോ അവൾക്ക് ഇങ്ങോട്ട് വരാൻ വലിയ ഇഷ്ടമാണ് കേട്ടോ. എന്നിട്ട് പിന്നെ ഇത് സിഡ്നിയിലും പോയിട്ട് തന്നെയാണ് പരിപാടി, സ്ഥിരമുള്ളതാണ് ഈ ഗെയിംസ്, ആർക്കേഡ് കളിക്കുക അതൊക്കെ. പിന്നെ അവൾക്കൊരു സന്തോഷമല്ല വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ കൊണ്ടുപോവുക. കളിച്ചോണ്ടിരിക്കാം. അതിൻ്റെ അപ്പുറത്താണ് കേട്ടോ മറ്റേ ഷെഫ് പള്ളിയുടെ റെസ്റ്റോറൻറ്റ് ഉള്ളത്. കൈലാസം പോയിട്ട് പോകണമെന്നുണ്ട്. ഇതിൽ കൊണ്ടുവരുന്നതൊക്കെ ഓക്കെയാണ്, പക്ഷെ ഓൺലി പ്രോബ്ലം ഇസ് ഇതിനകത്ത് കയറി അവൾ പുറത്തേക്ക് ഇറങ്ങില്ല. നമ്മളിങ്ങനെ നിന്ന് തളർന്ന് ക്ഷീണിച്ച് അതിന് കിട്ടേണ്ടത് കിട്ടുന്ന വരെ നമ്മൾ ഇതിൽ നിൽക്കണം കേട്ടോ. ആ ഒരു ബുദ്ധിമുട്ടേ ഉള്ളൂ. പക്ഷെ പിന്നെ അവൾക്കൊരു ഹാപ്പിനെസ് അല്ലേ, അവളുടെയും ഹോളിഡേ അല്ലേ, അപ്പോൾ അവൾക്കും കൂടെ ഹാപ്പി ആവണ്ടേ. അപ്പോൾ അവൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ അതാട്ടോ ചെയ്യണേ. കുഞ്ഞിപ്പണ്ട് പിന്നെ വീട്ടിൽ തന്നെ ഇരുന്നു അച്ഛൻ്റെ അമ്മയുടെയും കൂടെ. സിഡ്നിയിൽ ഇത് സ്ഥിരം ചെയ്യേണ്ട സംഭവമാണ് സാനു. പക്ഷെ ഇപ്രാവശ്യം നാട്ടിൽ വന്നപ്പോൾ ഇവിടെ നാട്ടിലും ഈ സാധനം വന്നിരിക്കുന്നു. ഓട്ടോമാറ്റിക്കലി റോബോട്ട് ഉണ്ടാക്കണ ഈ കോട്ടൺ ക്യാൻഡി അല്ലെങ്കിൽ പഞ്ഞി മിഠായി, ഫെറി ഫ്ലോസ് എന്നൊക്കെ പറയുന്ന സംഭവം. ഫെറി ഫ്ലോസ്, കോട്ടൺ ക്യാൻഡി എന്നൊക്കെ ആയിട്ട് അതിന് ഓസ്ട്രേലിയയിൽ പറയാം. ഓരോ സ്ഥലത്തും ഇതിന് ഓരോ പേരുകളല്ലേ. പഞ്ഞി മിഠായി അല്ലെങ്കിൽ ഇതാ മറ്റേ ഷുഗർ വെച്ചിട്ട് ഉണ്ടാക്കുന്നതാണ്, പക്ഷെ ഓട്ടോമാറ്റിക്കായിട്ട് ഉണ്ടാക്കി ഇങ്ങനെ ഒരു റോബോട്ടിക് സ്റ്റൈലിൽ ഉണ്ടാക്കിയിട്ട് അതിങ്ങനെ പുറത്തിങ്ങനെ നമുക്ക് ചൂസ് ചെയ്യാം ഡിസൈനൊക്കെ. ഇത് സ്ഥിരം സിഡ്നിയിൽ നിന്ന് ചെയ്യുന്നതാണ് സാനുമണി. എന്നിട്ട് അതിപ്പോൾ ഇവിടെ കണ്ടപ്പോൾ ഇവിടെ നിന്നും ചെയ്യണമെന്ന് പറഞ്ഞിട്ട് പൊക്കിയെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. എന്തോ ഒരു ഏഷ്യൻ കമ്പനി ചെയ്യുന്നതാ തോന്നുന്നുണ്ട്. ഒരു ആഡൊക്കെ ഫുൾ ഏഷ്യനാണ്. ഇതാണ് സാധനം. നമ്മൾ ഹാംലീസ് കയറിയതാട്ടോ. ഹാംലീസ് കയറിയിട്ട് സാനു എന്തെങ്കിലൊക്കെ കൊടുക്കുമായിരുന്നു. നമ്മുടെ സാശുവിന് ഫ്രോസണിലെ ഒലാഫിനെ ഭയങ്കര ഇഷ്ടമാണ്. ബട്ട് സിഡ്നിയിലൊന്നും കിട്ടുന്നുണ്ടായിരുന്നില്ല ഒലാഫിനൊക്കെ. എൽസ അല്ലെങ്കിൽ ആനയായിരുന്നു കേട്ടോ. ഞാൻ അതിൻ്റെ ഒരു സീസണൊക്കെ കഴിഞ്ഞുള്ളൂ, അപ്പോൾ വലിയ പോപ്പുലർ ആയിരുന്നില്ല സംഭവം. ഇവിടെ വന്നപ്പോൾ ഭാഗ്യത്തിനൊരു സോഫ്റ്റായി ഒറ്റ പീസ് ലാസ്റ്റ് വേണം ഒലാഫിൻ്റെ ഭയങ്കര എടുത്തിട്ടുണ്ട്. അപ്പോഴത്തേക്കും മൂത്തോൾക്ക് വേറെ എന്തെങ്കിലൊക്കെയോ വേണം, അപ്പോൾ ചാടിക്കയറിക്കാണ് എൻ്റെ ഉള്ളിലേക്ക്. സാശുമണിയുടെ ഒലാഫിനെയും കിട്ടി. പിന്നെ സാനു എന്തൊക്കെയൊക്കെയോ കളറിങ്, സ്ലൈം എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ എന്തെങ്കിലൊക്കെയോ വാങ്ങി കൂട്ടി കേട്ടോ. അതായിരുന്നു ഹാംലീസിലെ കഥ. അത് കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും നമ്മുടെ ഷോപ്പിംഗ് മാമാങ്കം മുടക്കിയില്ല, വീണ്ടും കയറിയത്. അവിടെ മാക്സ് ഉണ്ട്, ലൈഫ് സ്റ്റൈൽ ഉണ്ട്. പക്ഷേ പാൻറ്റലൂൺസ് ആണ് കേട്ടോ എനിക്ക് ഏറ്റവും ഇഷ്ടം ഈ ശോഭ സിറ്റിക്കകത്ത്. നല്ല നല്ല കളക്ഷൻസ് ഒക്കെ കേട്ടോ. നാട്ടിൽ വരുമ്പോൾ നമുക്ക് ഇങ്ങനത്തെ കളർഫുൾ ക്ലോതിങ് ഒക്കെ കാണുമ്പോഴേ കൊതിയാവും. നമുക്ക് സിഡ്നിയിലൊക്കെ നമ്മൾ ഭയങ്കര ഡൾ കളേഴ്സാണ് അവിടെ എല്ലാവരും യൂസ് ചെയ്യുക. വളരെ സ്റ്റാൻഡേർഡ് ബ്ലാക്ക്, വൈറ്റ്, ബ്ലൂ, അല്ലാണ്ട് ഇങ്ങനെ ജിഗ്ബുഗ കളേഴ്സൊന്നും അവിടെ ആരും ഇടുന്നില്ലേ. അപ്പോൾ എനിക്ക് നാട്ടിൽ വരുമ്പോൾ അതൊക്കെ കാണുമ്പോൾ ഭയങ്കര ആക്രാന്താണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഇടാൻ എനിക്ക് വലിയ ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ ഒരു ഹോൾ ബിഗ് ലോട്ട് ഓഫ് ഷോപ്പിംഗ് കഴിഞ്ഞ് ഞാനും സാധനം ഇറങ്ങി. ചൂടായില്ല, അതിനകത്ത് എ സിയിൽ ഇരുന്നപ്പോൾ അറിഞ്ഞില്ല. പുറത്തിറങ്ങിയിട്ട് ചൂടത്ത് കഴിക്കുമ്പോഴാണ് ഓട്ടം പോകണം, അതാണ് ഇഷ്ടം. ഇതിലിരുന്ന് നീണ്ടു പോയി ഇവിടെ വീട്ടിൽ പോകണം, ഷോർട്ട്കട്ടൊന്നും പറ്റില്ല. ഇൻകൺവീനിയൻ്റ് ആണ് മഴയത്തൊക്കെ അങ്ങനെ ട്രാവൽ ചെയ്യുമ്പോൾ, എസ്പെഷ്യലി ഇങ്ങനെ ഓട്ടോയിൽ. പക്ഷെ അതിൻ്റെ ഒരു എക്സ്പീരിയൻസും സാധനം അറിയണ്ടേ. അതാണ് ഞാൻ അവളെ വീണ്ടും ഓട്ടോയിലൊക്കെ കയറ്റിയത് കേട്ടോ. കാരണം അവൾക്കതൊക്കെ വലിയ ഇഷ്ടമാണ്. യെസ്, നമ്മൾ
ചേട്ടൻ ബെഡ്റൂമിലാണ് കേട്ടോ ഇരുന്ന് വർത്താനൊക്കെ പറയണേ, നിങ്ങളായിട്ട് കുറേ വിശേഷങ്ങളൊക്കെ ഷെയർ ചെയ്യാൻ. അപ്പോൾ മഴയും കാര്യങ്ങളും ഞാനിവിടെ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് കണ്ടപ്പോൾ എനിക്ക് തോന്നി കുറേ പേരില്ലേ ലൈക്ക് നാടൊക്കെ വിട്ടു നിൽക്കണം, നമ്മളെ മാതിരിയൊക്കെ നാട്ടിലല്ലാണ്ട് പുറത്തൊക്കെ താമസിക്കുന്നവർ ഹു വുഡ് ലവ് ടു സീ ദാറ്റ് റെയിൻ, ദാറ്റ് എക്സ്പീരിയൻസ്, ആ ഒരു മണം. അപ്പോൾ അതിന് വേണ്ടി നിങ്ങൾക്ക് വേണ്ടിയിട്ട് രാവിലെ പെയ്ത മഴയുടെ കുറച്ച് ഷോർട്സ് എടുത്തിട്ടുണ്ട്, അത് കണ്ടിട്ട് വരും. Sashu, cat! Where's the cat, Sashu? Oh, meow. ഹാംലീസ് പോയപ്പോൾ അവൾക്ക് ഇങ്ങനത്തെ ഒരു ഓട്ടോമാറ്റിക് ബബിൾ മേക്കർ വാങ്ങിയിരുന്നു കേട്ടോ. അതുമല്ലാണ് ഇപ്പോൾ വൈകുന്നേരവും രാവിലെയൊക്കെ കളിയാണ്. അപ്പോൾ കൊതുകൊന്നും അധികം ഇല്ലാത്ത സമയത്ത് നമ്മൾ പുറത്തേക്ക് ഇങ്ങനെ ഇറക്കും. വെതർ ചില സമയത്ത് കണ്ടു ഇങ്ങനെ നല്ല വെയിലൊക്കെ കിട്ടണൊക്കെ ഉണ്ട്. അപ്പോൾ എപ്പോഴും മഴയൊന്നുമില്ല കേട്ടോ നാട്ടിൽ. ഇടയ്ക്ക് നമുക്ക് ഇങ്ങനത്തെ ഒരു വെതറൊക്കെ കിട്ടുന്നുണ്ട്, വിച്ച് ഇസ് ഗുഡ് ഇൻ എ വേ. നമുക്ക് കുറേ കാര്യങ്ങളൊക്കെ പുറത്തിറങ്ങാനും ഒക്കെ ചെയ്യാമല്ലോ. അപ്പോഴാണ് അമ്മയൊക്കെ ഭയങ്കര ഗാർഡനിങ് ആണ് ഉണ്ട്. അപ്പോൾ അമ്മ എന്തൊക്കെയൊക്കെയാണ് അവിടെ നട്ടക്കണേന്നൊക്കെ കാണുക. കാണിച്ചെന്നുള്ളൂ. ഓക്കെ, ഇനി നമുക്ക് ഞാൻ പറഞ്ഞ മാതിരി രാവിലെ പെയ്ത മഴ ഒന്ന് കണ്ടിട്ട് വരാം. അടിപൊളിയല്ലേ? ഇവിടെ കുറേ ഡിസ്ട്രിക്റ്റിൽ യെല്ലോ അല്ല ഓറഞ്ച് റെഡ് അലേർട്ട് എന്നൊക്കെ കേൾക്കുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ ഒരു പേടിയാണ്. പക്ഷെ എന്തോ നാട്ടിലെ മഴ ഒരു പ്രത്യേക ഭംഗിയാണ്. നമുക്ക് ഓസ്ട്രേലിയയിൽ മഴ എപ്പോഴും കിട്ടും. പക്ഷെ ഓസ്ട്രേലിയയിൽ മഴ പെയ്യുമ്പോൾ നമുക്ക് ദൈവമേ അടുത്ത തണുപ്പ് എന്നേ തോന്നാറുള്ളൂ. നാട്ടിലാണ് പക്ഷേ മഴ എൻജോയ് ചെയ്യാൻ പറ്റുന്നത്. ആ ഒരു ശബ്ദം, ദ ഗ്രീനറി അറൗണ്ട്, ആ ഒരു മണം ഓഫ് ദ മണ്ണ് ആൻഡ് ഓൾ ഓഫ് ദാറ്റ്, റൈറ്റ്? അപ്പോൾ അതൊരു ടോട്ടലി ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആണ്. കണ്ടില്ലേ എന്തൊരു പീസ്ഫുൾ ആണല്ലേ, വെരി കാമിങ്, വെരി സൂതിങ്. ഇറ്റ്സ് എ നൈസ് എക്സ്പീരിയൻസ്. നാട്ടിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മഴ എൻജോയ് ചെയ്യാൻ കേട്ടോ. എസ്പെഷ്യലി നമ്മൾ പുറത്തൊന്നും ഇറങ്ങണില്ല, വീട്ടിലിങ്ങനെ ഇരിക്കുകയാണ്, എൻജോയ് ചെയ്യാണ്, നല്ല ഫുഡൊക്കെ അടിച്ച് അമ്മ നല്ല ഭക്ഷണമൊക്കെ ഉണ്ടാക്കി തരുന്നുണ്ട്. അപ്പോൾ ഐ എം ഫീലിംഗ് സോ റിലാക്സ് ബിക്കോസ് വയലൊന്ന് പോയി. ഓക്കെ, സിഡ്നിയിലത്തെ എൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾ കാണുന്നതല്ലേ. അപ്പോൾ യു ഗൈസ് പ്രോബ്ലി ഓൾ നോ ഭയങ്കര ഓട്ടമുള്ള ലൈഫ് സ്റ്റൈലാണ്. വി ഹാവ് ലോട്ട്സ് ഗോയിങ് ഓൺ. ഒരു സെക്കൻഡ് നമുക്ക് ഫ്രീ ടൈം ആയിട്ട് കിട്ടാറില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു ലൈഫ് സ്റ്റൈലിൽ നമ്മളിങ്ങനെ കാലങ്ങളോളം മെയിൻറ്റെയിൻ ചെയ്തിട്ട് പിന്നെ നമുക്കിവിടെ വന്നിട്ട് ഇങ്ങനെ റെസ്റ്റ് കിട്ടുമ്പോൾ ഇറ്റ്സ് ലൈക്ക് വാട്ട്സ് ഗോയിങ് ഓൺ. അങ്ങനെ ബോഡിക്ക് തന്നെ എന്താ ഓടാത്തേ അങ്ങനെ. ഐ ഫീൽ ലൈക്ക് ഞാൻ ഓൾറെഡി 2 ദിവസത്തിൽ വെയിറ്റ് കൂടിയിട്ടാണ്. നല്ല ഫുഡ് അടിയാണ്, അതിനൊന്നും ഒരു കുറവുമില്ല ആസ് ഓൾവേസ്. സോ അതൊക്കെയാണ് വിശേഷങ്ങൾ. ഞാനും സുനിലും കുറച്ച് ലൈക്ക് 2 ദിവസമായിട്ട് വിട്ട് നിൽക്കുമായിരുന്നു. ബിക്കോസ് സുനിലിൻ്റെ വീട്ടിലായിരുന്നു. ബട്ട് സുനിലിൻ്റെ ബർത്ത്ഡേ ആണ്. സുനിൽ ഇപ്രാവശ്യം നാട്ടിൽ ബർത്ത്ഡേ ആഘോഷിക്കാൻ പറ്റി. അപ്പോൾ ആദ്യം സുനിലിൻ്റെ വീട്ടിൽ ആഘോഷിച്ച് അതിനുശേഷം ഇവിടെ തൃശ്ശൂർ വന്നിട്ട് ഇവിടെ നമ്മൾ ചെറുതായിട്ടൊന്ന് ആഘോഷിച്ചു കേട്ടോ. ഐ ഷോ യു വാട്ട് വി ഡിഡ്. എന്ത് സെലിബ്രേഷൻ ഉണ്ടെങ്കിലും ബിരിയാണി നമുക്കൊരു വീക്ക്നെസ് അല്ലേ. സുനിലിന് പ്രത്യേകിച്ച് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പം നമ്മൾ തോംസൺസ് കാസ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റെസ്റ്റോറൻറ്റിൽ നിന്നാണ് സുനിലിൻ്റെ ഒരു ബർത്ത്ഡേ ആഘോഷിക്കാൻ വേണ്ടി ബിരിയാണിക്ക് ഓർഡർ ചെയ്തത്. ചിക്കൻ ബിരിയാണിയാണ് ഓർഡർ ചെയ്തത്. അതാണ് സുനിലിൻ്റെ ഫേവറേറ്റ്, തന്നെയാണ് നമുക്ക് എല്ലാവർക്കും വളരെ ഇഷ്ടം. അപ്പോൾ അച്ഛനും അമ്മയും ഞാനും സുനിലും ഒക്കെ കൂടിയിട്ട് ബിരിയാണിയൊക്കെ കഴിച്ചു. സാനുവിന് ഇങ്ങനത്തെ എരിവൊന്നും പറ്റണില്ല കേട്ടോ. അവൾ നാട്ടിലെത്തിയ പിന്നെ ഭക്ഷണം വരെയൊക്കെ കഴിക്കണില്ല, എരിവ് പറഞ്ഞിട്ട്. അപ്പോൾ അവൾക്ക് വളരെ എന്താ പറയുക, തൈരും ചോറ് അങ്ങനത്തെയൊക്കെ ആയിട്ടുള്ള വളരെ നോൺ സ്പൈസി ഫുഡ് മാത്രമേ കൊടുക്കണുള്ളൂ. അവർക്കും 2 പേർക്കും, കുട്ടികൾക്ക് 2 പേർക്കും കൊടുത്തതിന് ശേഷമാണ് ഇതാ നമ്മളിരുന്നത്. നല്ല ഫുഡാണ് കേട്ടോ അവിടുത്തെ. കഴിഞ്ഞ ട്രിപ്പിലും നമ്മൾ ഈ തോംസൺസ് കാസയിൽ നിന്ന് കഴിച്ചിട്ട് വളരെ ഇഷ്ടമായിരുന്നു. അപ്പോൾ നല്ല ഡെലിവറി സർവീസും ഒക്കെ ഉള്ളതുകൊണ്ട് അമ്മയോടൊന്നും ഉണ്ടാക്കണ്ട, ഞാനും ഒന്നും അടുക്കളയിൽ കയറണില്ല, നമുക്ക് ഇവിടുന്ന് ഓർഡർ ചെയ്തിട്ട് അങ്ങോട്ട് ആഘോഷിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ സുനിലിൻ്റെ ബർത്ത്ഡേ തൃശ്ശൂർ നമ്മളിവിടെ വന്നിട്ടും അങ്ങോട്ട് പൊടിയായിട്ട് അങ്ങോട്ട് ആഘോഷിച്ചു. സാനു ഉണ്ടാക്കിയ ഒരു പെയിൻറ്റിംഗ് ആണ് ഹാപ്പി ബർത്ത്ഡേ ഫോർ അച്ഛ.
പിന്നെ അച്ഛനും അമ്മയും ഇവിടെ തൃശ്ശൂർ മാംഗോ ബേക്കേഴ്സ് ഉണ്ട്, അവരുടെ അവിടെ നിന്ന് ഒരു കിഡ്ലൻ കേക്ക് ഓർഡർ ചെയ്തിരുന്നു, റെഡ് വെൽവെറ്റിൻ്റെ. ഹാപ്പി ബർത്ത്ഡേ സുനിൽ എന്നൊക്കെ പറഞ്ഞിട്ട് നാട്ടിലങ്ങനെ നമ്മൾ അടിപൊളിയായിട്ട് നമുക്കും കൂടെ ആഘോഷിക്കാൻ പറ്റിയ സുനിലെ ബർത്ത്ഡേ. സോ വിച്ച് വാസ് റിയലി നൈസ്. വെരി ഹാപ്പി. ഈ ഒരു ഷോട്ടൊക്കെ നമുക്ക് എടുക്കാൻ പറ്റിയല്ലോ, നാട്ടിൽ വന്നിട്ട് ഇങ്ങനെ ആഘോഷിക്കാൻ പറ്റിയ എല്ലാവരുമായിട്ട്. ഇതിൻ്റെ കുറേ വീഡിയോസ് ഞാൻ ആക്ച്വലി എടുത്തിരുന്നു കേട്ടോ. പക്ഷെ എൻ്റെ വാച്ച് സാഷുവിൻ്റെ കൈയിൻ്റെ വളരെ അടുത്തായിരുന്നു. ഞാൻ അറിഞ്ഞില്ല, ആ ക്യാമറയുടെ ഓപ്ഷൻ അവൾ ഓഫ് ചെയ്തിട്ട് എന്തൊക്കെയൊക്കെയോ ഫോട്ടോ ക്ലിക്കിങ്ങോ എന്നെങ്ങാണ്ടൊക്കെയോ അവൾ ചെയ്തു. അപ്പോൾ കുറേയൊക്കെ ഷോട്ട്സ് എനിക്ക് കിട്ടിയില്ല. ഞാൻ തിരിച്ചറിഞ്ഞപ്പോഴത്തേക്ക് കുറേ വൈകി. ബട്ട് പറ്റേണ്ടതൊക്കെ ഞാനിങ്ങനെ ക്ലിപ്സൊക്കെ ഇങ്ങനെ റെക്കോർഡ് ചെയ്ത് സേവ് ചെയ്തു കേട്ടോ. സോ ഐ ഫീൽ സോ ഹാപ്പി ദാറ്റ് ഇതൊക്കെ നമ്മൾ റെക്കോർഡ് ചെയ്തു, നിങ്ങൾക്ക് കൂടെ കാണിച്ചു തരാൻ പറ്റി. ആൻഡ് ഇറ്റ്സ് ഓൾവേസ് എ മെമ്മറി ഫോർ അസ്, റൈറ്റ്? നമ്മൾ എത്ര കൊല്ലം കഴിഞ്ഞാലും നമുക്കിതൊക്കെ ഇങ്ങനെ നോക്കി കാണുമ്പോൾ നമുക്ക് പേഴ്സണലി വളരെ സന്തോഷമല്ലേ. സോ ഐ വാസ് റിയലി ഹാപ്പി ദാറ്റ് ഇങ്ങനെ ഒരു ബർത്ത്ഡേ ആഘോഷിക്കാൻ പറ്റി. കുഞ്ഞിപ്പെണ്ണ് നല്ല വികൃതിയാണ് ആസ് ഓൾവേസ്. നീ കേക്കായി മാറിയോ? നീയാണോ കേക്ക്? യാ, കണ്ടില്ലേ, ബർത്ത്ഡേ ഒക്കെ നമുക്ക് അങ്ങനെ ആഘോഷിക്കാൻ പറ്റി. ഐ തിങ്ക് ഹീസ് ലക്കി നാട്ടിൽ ഇങ്ങനെ ഒരു ബർത്ത്ഡേ കിട്ടിയത്. ബിക്കോസ് എനിക്കൊന്നും കിട്ടില്ല. എൻ്റെ ബർത്ത്ഡേ ഒക്കെ ഒക്ടോബറിലാണ്. ഒക്ടോബറിൽ നമ്മൾ അങ്ങനെ വരാറില്ല. സാനുവിൻ്റെ ബർത്ത്ഡേ നമ്മൾ ആഘോഷിച്ചിരുന്നു. ഈ കുഞ്ഞിപ്പിള്ളേർ രണ്ടുപേരുടെയും ഓഗസ്റ്റിലാണ്. ബട്ട് നമ്മൾ നാട്ടിലില്ല. ബട്ട് ആ സമയത്തിന് നമ്മൾ നാട്ടിൽ നിന്ന് പോയി സിഡ്നിയിലായതുകൊണ്ട് നമ്മൾ ഇവിടുന്ന് ചെറുതായിട്ടൊന്ന് ലൈക്ക് വിത്ത് പേരൻസ് എന്തെങ്കിലും ഒന്നും ചെയ്യണം എന്നൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ പ്ലാൻ ഉണ്ട്. സോ വിൽ സീ ഹൗ ഇറ്റ് വർക്ക്സ് ഔട്ട്. ബട്ട് എനിവേസ്, ഇപ്പോൾ സുനിലൊക്കെ ഒന്ന് വന്ന സ്ഥിതിക്ക് ഇന്ന് കുറച്ച് ഷോപ്പിങ്ങിനൊക്കെ വീണ്ടും ഇറങ്ങാം എന്നാണ് നമ്മുടെ പരിപാടി. മെയിനായിട്ട് ഇന്ന് കുറച്ച് ആദ്യം തന്നെ ചെയ്ത് വയ്ക്കാൻ വിചാരിച്ചു. 2 things വിച്ച് ഇസ് ലൈക്ക് സ്വർണ്ണ പരിപാടി. എനിക്ക് എപ്പോൾ വന്നാലും ഉണ്ടാവും. ഞാൻ അങ്ങനെ ഗോൾഡ് ഇടുന്ന ആളൊന്നുമല്ല. ഞാൻ ഇപ്പോൾ നാട്ടിൽ വരുമ്പോഴാണ് കേട്ടോ ഈ താലിമാലയും സംഭവമൊക്കെ ഇടുക. ബട്ട് സ്റ്റിൽ ചെറിയ കാര്യങ്ങളൊക്കെ ലൈക്ക് ഐ വോണ്ട് എ റിങ്, കുട്ടികൾ കുറച്ച് ഇയറിങ്സ്, മേ ബി എനിക്കൊരു ഇയറിങ്, അങ്ങനത്തെ ഒക്കെ കുറച്ച് സാധനങ്ങൾ മാത്രം ഒന്ന് വാങ്ങാണ്ട്. പിന്നെ ഐ നീഡ് ടു ഗെറ്റ് സം കണ്ണട, ഓൾ ദാറ്റ്. ഞാൻ നാട്ടിൽ വരുമ്പോൾ എപ്പോഴും കുറച്ച് ഗ്ലാസ്സസ് ഒക്കെ ഓർഡർ ചെയ്തിട്ട് തിരിച്ചു കൊണ്ടുപോകും കേട്ടോ. സിഡ്നിയിൽ ഈ കിഡ്നി കൊടുക്കണം ഈ സാധനങ്ങൾക്കൊക്കെ. അപ്പോൾ നിവർത്തില്ലെങ്കിൽ നമ്മൾ അവിടെ തന്നെ വാങ്ങും. ബട്ട് നാട്ടിൽ വരുമ്പോൾ ഐ ലൈക്ക് ടു ട്രൈ സം ഓഫ് ഇവിടുത്തെ നാട്ടിലെ സ്റ്റൈൽസ് ആൻഡ് കളേഴ്സ് ഒക്കെ ഉള്ള ഗ്ലാസ്സസ് ഞാൻ എപ്പോഴും ചെയ്യാം. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഞാൻ ഇറങ്ങാൻ പോണത്. ഓക്കെ, അപ്പോൾ തൃശ്ശൂരത്തെ കുറേ വിശേഷങ്ങൾ ഇന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. പ്ലീസ് കീപ് വാച്ചിങ്. എന്താ ഇവിടെ ബഹളം? വണ്ടി നിർത്താൻ സ്ഥലമല്ലേ? നമ്മളിതാ സുനിൽ കാത്തിക്കണം. ബിക്കോസ് നമ്മൾ വീണ്ടും മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിലെത്തിയിരിക്കുകയാണ്. കുറച്ച് സ്വർണ്ണ പരിപാടി ആസ് ഓൾവേസ്. തുണിക്കട മാതിരിയാണ് സ്വർണ്ണക്കടയും കേട്ടോ. നമ്മൾ പോയ നേരം കൊണ്ട് മഴ പെയ്തു. മഴയൊന്ന് പെയ്ത് ഇതാ നിന്നുള്ളൂ കേട്ടോ. ഉദ്ദേശിച്ചൊരു മോതിരം കിട്ടിയില്ല. ബട്ട് അതർവൈസ് നല്ല കളക്ഷനൊക്കെ കേട്ടോ മലബാറിൽ. സിഡ്നിയിലും മലബാർ ഗോൾഡ് ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ അവർ പറഞ്ഞു നാട്ടിൽ നിന്ന് വാങ്ങാൻ ബെറ്റർ എന്നാണ് ഇവർ പറഞ്ഞത്, എസ്പെഷ്യലി ലൈക്ക് ഡയമണ്ട്സ് ഒക്കെ വാങ്ങുമ്പോഴേ. അപ്പോൾ വാങ്ങിയിട്ടൊരു 4-5 കമ്മലെടുത്തു. പക്ഷേ മോതിരം കിട്ടിയില്ല. എൻ്റെ വിരലിന് വണ്ണം കുറവാണ്. അപ്പോൾ മോതിരം ഇനി വേറെ ജോസ്കോളോ അച്ഛനും പോയി നോക്കണം. പക്ഷെ അതിന് മുമ്പ് ഫില്ലിങ്സ്. അപ്പോൾ ഫുഡ് അടിക്കാൻ പോട്ടെ. തൃശ്ശൂർ കുറേ കാലമായിട്ടുള്ള റെസ്റ്റോറൻറ്റ് കേട്ടോ, സ്പൂൺ എന്ന് പറഞ്ഞിട്ട്. ടൗണിൽ തന്നെയാണ്. ജയലക്ഷ്മി തുണിക്കടകളൊക്കെ ഉണ്ടല്ലോ, അവരൊക്കെ അവിടെ തന്നെയാണ്. അപ്പോൾ അതിൻ്റെ മുന്നിൽ തന്നെയാണ്. മഴ തുള്ളു, ഞാൻ ഉള്ളിൽ കയറട്ടെ. നമ്മളിവിടെ പണ്ട് കുറേ വന്നിട്ടുണ്ട്. നല്ല ഫുഡാണ്. സോ യാ, വി കം ഹിയർ ടുഡേ. യുവമിഥുനങ്ങളെ മാതിരി ഞാനും സുനിലും പിള്ളേരെ വീട്ടിൽ വെച്ചിട്ട് ഇവിടെ ഇരുന്നിട്ട് ഫുഡ് അടിക്കാട്ടോ. ഇവിടെ നല്ല റെസ്റ്റോറൻ്റ് ആട്ടോ, എനിക്ക് വലിയ ഇഷ്ടമാണ്. നല്ല ഗ്ലാസ്സാണ് സൈഡിൽ. അപ്പോൾ നമ്മുടെ മഴ പെയ്യുന്നതൊക്കെ കാണാം. ഇഷ്ടംമാതിരി ഡിഷസ് ഉണ്ട് കേട്ടോ അവരുടെ മെനുവിൽ. നമുക്ക് പണ്ടേ മുതൽക്കുള്ള റെസ്റ്റോറൻ്റാണ്. സോ വി ബിൻ ഗോയിങ് ഹിയർ ഫോർ മെനി ഇയേഴ്സ്. അതുകൊണ്ട് അറിയാം. നമുക്കിതൊക്കെ കാണുമ്പോൾ ഇത്രയും വെറൈറ്റി നമുക്ക് ഇന്ത്യൻ ഫുഡും അല്ലെങ്കിൽ കേരള ഫുഡ് സിഡ്നിയിലും കൂടെ കിട്ടിയിരുന്നെങ്കിൽ നിങ്ങനെ തോന്നുക കേട്ടോ. ബിക്കോസ് ഇഷ്ടംമാതിരി വെറൈറ്റി കിഡിലും ഫുഡ്. തേങ്ങാക്കൊത്ത് ഫ്രൈ, ചെമ്മീൻ പൊരിച്ചത്, പ്രോൺ ഫ്രൈ, പ്രോൺ തവ മസാല ഫ്രൈ. എല്ലാം ഓരോ പ്ലേറ്റ് പൊറോട്ട വെച്ചിട്ട് നമ്മൾ കയറി അങ്ങോട്ട് ഓർഡർ ചെയ്തു കേട്ടോ. അപ്പൂൻ്റെ നാഷണൽ ഫുഡ് എത്തില്ല. നാടൻ ചിക്കൻ കറി, ചെമ്മീൻ തവ റോസ്റ്റ്,
കഴിക്കാൻ പോകും ഒക്കെ കൂടെ പിടിച്ചിട്ട് പിടി എങ്ങനെ കഴിക്കാം. ചാറ്റൽ മഴയത്ത് നമ്മളവിടെ നിന്ന് ഇറങ്ങി എൻ്റെ കണ്ണിന്ന് ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ കണ്ണട കുറച്ച് എക്സ്ട്രാ വാങ്ങണമല്ലോ. മഴയത്ത് കുടയും പിടിച്ചതിൻ്റെ കൂടെ നടക്കണമെന്ന് ഞാൻ സുനിനോട് പറഞ്ഞു. എന്തോ താല്പര്യമില്ല. ഇതാട്ടോ ഞാൻ അടുത്ത പർപ്പിൾ കളർ. പർപ്പിളാണ് അതിൻ്റെ ഷെയ്ഡ്. എൻ്റെ ഒരു മോതിരം കൂടെ വിട്ടാണ്ട്. അപ്പോൾ അതാ തൃശ്ശൂർ ജോസ്കോ ജ്വല്ലേഴ്സിൽ എത്തിക്കാൻ നമ്മൾ കേട്ടോ. ഇത് പാലസ് റോഡ് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്ത് തന്നെയുള്ള ഒരു ജ്വല്ലറി സ്റ്റോറാണ്. അവിടെ നോക്കി നോക്കാം. ജോസ്കോയിൽ എൻ്റെ മോതിരം കിട്ടിയില്ല കേട്ടോ. എൻ്റെ കയ്യിന് വണ്ണം കുറവാണ്. കുഞ്ഞു കുട്ടികൾക്കും കൂടെ ചെറിയ സൈസ് അത്ര എൻ്റെ സൈസ്. അപ്പോൾ കിട്ടിയില്ല. പിന്നെ പണിയിക്കണോന്നൊക്കെയുള്ള ഓപ്ഷൻസ് ഉണ്ട്. നോക്കാം, വേറെ എവിടെയെങ്കിലും കൂടെ ഒന്ന് തപ്പ എപ്പോഴെങ്കിലും എന്നിട്ട് നോക്കാം. അതിൻ്റെ ഇടയിൽ ഞാൻ ഇങ്ങനത്തെ ഒരു ലിറ്റിൽ ഗുഡ് വിൽ സ്റ്റോർ കണ്ടു. പണ്ട് ഇത് അവിടെ വന്നിട്ടുണ്ട്. കുറച്ച് മാല വള ഐറ്റംസ് ഒക്കെ വാങ്ങിയിട്ടുണ്ട്. ഞങ്ങളുടെ സ്റ്റോർ. കുട്ടികൾക്ക് നാട്ടിൽ വന്നാലും കുറേ സാധനങ്ങളൊക്കെ ആവശ്യമാണല്ലോ, ഇൻക്ലൂഡിങ് ടോയ്സ്, നാപ്പി, വൈപ്സ്. അപ്പം അതിനൊക്കെ വേണ്ടി കല്യാണിലെ ഹൈപ്പർ മാർക്കറ്റ് വന്നതാണ്. കല്യാണിൻ്റെ സാധനം വാങ്ങി ഇറങ്ങിയതാട്ടോ. ഭയങ്കര അതിശയം തോന്നി. കുറേ നോർത്ത് ഈസ്റ്റ് സ്റ്റേറ്റ്സിലുള്ള ആൾക്കാർ ഇവിടെ സ്റ്റാഫായിട്ട് വർക്ക് ചെയ്യണപ്പോൾ. അപ്പോൾ അതൊന്നും കഴിഞ്ഞ വർഷം വന്നപ്പോൾ കണ്ടിരുന്നില്ല. സോ യാ, ന്യൂ എക്സ്പീരിയൻസ്. ഹായ് ഗൈസ്, ഒരു അപ്ഡേറ്റ് പറയണം എന്ന് തോന്നി. കാരണം കുറേ പേരായി എന്നെ മെസ്സേജ് ചെയ്യണു. എന്നെ കാണാനില്ല, എവിടെയും സോഷ്യൽ മീഡിയയിൽ കാണാനില്ല, വിവരങ്ങളൊന്നുമില്ല. കുറേ പേരായി എന്നെ മെസ്സേജ് ചെയ്യണു. ആരുടെയും എനിക്കൊന്നും വിവരം പറയാൻ പറ്റിയിട്ടില്ല. ബട്ട് അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ ഒരു പാട്ട് ഒന്ന് റെക്കോർഡ് ചെയ്തിട്ട് ചെയ്യണമെന്ന് വിചാരിച്ചത്. ഇപ്പോൾ ഇത്രയും നേരം നിങ്ങൾ കണ്ടത് ഞാൻ എഡിറ്റ് ചെയ്ത് വെച്ചൊരു വീഡിയോ ആയിരുന്നു. അതുകൊണ്ടാണ് ഞാനത് ഇടാമെന്ന് വിചാരിച്ചത്. ബിക്കോസ് നിങ്ങളിപ്പോൾ ഇത്രയും കണ്ട ആ ഒരു വീഡിയോൻ്റെ ഒരു പോർഷൻ ഉണ്ടല്ലോ, അത് നമ്മൾ നാട്ടിലെത്തിയിട്ടൊരു 3 ദിവസം 4ാമത്തെ ദിവസം വരെയുള്ള ഒരു വീഡിയോസായിരുന്നു നിങ്ങളിപ്പോൾ ഇത്രയും നേരം കണ്ടേ. ബട്ട് എന്താ പറയുക, ദാറ്റ് വാസ് ദ ലാസ്റ്റ് ടൈം നമ്മളെല്ലാവരും ഒന്ന് സന്തോഷമായിട്ടും ഹാപ്പി ആൻഡ് നോർമൽ ലൈഫിലിരുന്നത്. ഇവിടെ വളരെ അൺഫോർച്ചുനേറ്റായിട്ടൊരു സംഭവം ഉണ്ടായതിൻ്റെ ഇടയിൽ 4th ഡേ, നമ്മുടെ നാട്ടിൽ വന്നിട്ടുള്ള 4th ഡേ നമ്മളെല്ലാവരും ഇവിടെ ഇരിക്കുകയായിരുന്നു. എൻ്റെ അച്ഛനിവിടെ നടക്കുന്ന ബാത്റൂമിലേക്ക് അങ്ങോട്ട് ചെല്ലുമായിരുന്നു. പോണ വഴിക്ക് എന്തോ ബാലൻസ് തെറ്റി വീണു ആള്. ഇവിടെ നമ്മുടെ മുന്നിൽ തന്നെ ഇവിടെ തൊട്ട് വീണു. ആൻഡ് ഭയങ്കര വേദന. ഞാനപ്പോഴത്തേക്ക് പേടിച്ച് ഓടി. അയ്യോ അച്ഛാ പറഞ്ഞാൽ ഞാൻ ഓടി പോയി പിടിക്കാൻ നോക്കി. ഞാൻ വീണിരുന്നു അപ്പോഴത്തേക്ക്. ആൻഡ് ദെൻ ഭാഗ്യത്തിന് സുള്ളുണ്ടായിരുന്നു. നമ്മളിപ്പോൾ വീഡിയോയിൽ കണ്ടില്ലേ, സുള്ളുണ്ടായിരുന്നു തൃശ്ശൂർ. സുള്ളിൽ വേഗം വന്നു പിടിച്ച്. അച്ഛനെ നീക്കാനൊന്നും പറ്റണില്ല. അപ്പോഴത്തേക്ക് ഇങ്ങനെ റിസ്റ്റിലും മുട്ടിലൊക്കെ പൊട്ടിക്കണ കണ്ടു. ലൈക്ക് ചോര വരണ കണ്ടു, മുറിഞ്ഞു, ബ്ലൂ ആയി തുടങ്ങണ കണ്ടു കൈ. ആൻഡ് ദെൻ നീക്കാൻ പറ്റണില്ല. ആൻഡ് ദെൻ വി ഗോട്ട് റിയലി വറിഡ്. എന്നിട്ട് സുള്ളിൽ എങ്ങനെയോ പിടിച്ച് സോഫയിലിരുത്തി. സോ ദാറ്റ് വി കുഡ് ഹാവ് എ ലുക്ക് എന്താണ് അച്ഛൻ എവിടെയാണ് പറ്റിക്കണേന്നൊക്കെ. അപ്പോൾ ഇങ്ങനെ ബാക്കിൻ്റെ ഇവിടെ ഇങ്ങനെ അരയുടെ അവിടെ ഇങ്ങനെ പിടിക്കേണ്ടത് വേദനിക്കണു പറഞ്ഞിട്ട്. അപ്പോൾ തന്നെ നമുക്ക് ആകെ ടെൻഷനായിട്ടോ. ആൻഡ് ദെൻ എന്താ ചെയ്യേണ്ടത് അറിയില്ല. അച്ഛനാണെങ്കിൽ പ്രീ എക്സിസ്റ്റിംഗ് കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. COPD എന്ന് പറയും, വിച്ച് ഇസ് ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമണറി ഡിസീസ്, വിച്ച് മീൻസ് ഹിസ് ലങ്സ് ആർ നോട്ട് അറ്റ് ദ ബെസ്റ്റ് കണ്ടീഷൻ. അച്ഛൻ്റെ ഒരു 40% ലങ്സേ വർക്ക് ചെയ്യുന്നുള്ളൂ. അപ്പോൾ അതിന് ഇവിടുത്തെ തൃശ്ശൂരുള്ള ഒരു ടോപ്പ് പൾമനോളജിസ്റ്റിനെ കണ്ടിട്ട് ട്രീറ്റ്മെൻറ്റ് അച്ഛൻ്റെ കൊല്ലങ്ങളായി. ബട്ട് ഹീസ് വെരി വീക്ക് ബിക്കോസ് ഓഫ് മെഡിക്കേഷനൊക്കെ കാരണം. അപ്പോൾ നമ്മൾ വേഗം ആ ഡോക്ടറെ വിളിച്ച് ചോദിച്ചു എന്താണ് ചെയ്യേണ്ടത്. അപ്പോൾ മൂപ്പര് പ്രാക്ടീസ് ചെയ്യുന്ന ഹോസ്പിറ്റലുണ്ട് തൃശ്ശൂർ, അവിടത്തേക്ക് വിടൂ, എക്സ്റേ എടുക്കണം പറഞ്ഞു. പക്ഷെ അച്ഛനൊന്നും അനങ്ങാൻ പറ്റണില്ല. അപ്പോൾ നമ്മൾ വേഗം എന്ത് ചെയ്തു, ആംബുലൻസ് വിളിച്ചു. എന്നിട്ട് സുനിലും ആ ആംബുലൻസ് ഡ്രൈവറും കൂടിയിട്ടാണ് അച്ഛനെ എടുത്ത് സ്ട്രെച്ചറിൽ കയറ്റി ആംബുലൻസിൽ കയറ്റി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. കുട്ടികളുണ്ട് എൻ്റെ കൂടെ. രാത്രിയായി, 8 മണി രാത്രി. കുട്ടികളുണ്ട്. അവിടെ ആണെങ്കിൽ അധികം ഇവിടെ ആരും ഇല്ല, ബന്ധുക്കളടുത്ത് ആരും ഇല്ല. അപ്പോൾ നമ്മൾ ഞാനും കുട്ടികളും വീട്ടിലിരുന്നു. അവിടെ നെയ്ബേഴ്സ് ഇവിടെ വന്നിരുന്നു എൻ്റെ കൂടെ. ആൻഡ് സുനിലും അമ്മയും കൂടി അച്ഛനെ കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ. അവിടെ പോയി എക്സ്റേ എടുത്തപ്പോഴാണ് അറിഞ്ഞത് ദാറ്റ് ഹിപ്പിൻ്റെ ബോണിൽ ഫ്രാക്ചർ ആയിരിക്കണമെന്ന്.
സോ അതോടെ വി വർ ലൈക്ക് ദ വേഴ്സ്റ്റ് ഹാസ് ഹാപ്പൻഡ്. എന്താ ചെയ്യാറില്ല, നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ. അച്ഛനെ നടക്കാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് ഞാൻ പ്രാവശ്യം ഒരു വാക്കിംഗ് സ്റ്റിക്ക് തന്നെ കൊണ്ടുവന്നിരുന്നു നാട്ടിൽ. ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അമ്മയ്ക്ക് എപ്പോഴും ഒരു പേടിയായിരുന്നു. വി ഓൾ ഫെൽറ്റ് അച്ഛൻ സൂക്ഷിച്ച് നടക്കണേ. അച്ഛൻ എവിടെയും പോയില്ല, വീട്ടിൽ നിന്ന് പുറത്തന്നെ ഇറങ്ങാറില്ല, ഭയങ്കര കെയർഫുള്ളായി വീട്ടിൽ തന്നെ ഇരിക്കുക. ഇൻഫെക്ഷൻ വരരുത് ചെസ്റ്റിന് എന്നൊക്കെ വെച്ചിട്ട് ഭയങ്കര കെയർഫുള്ളായിട്ട് നടക്കണതാണ്. എന്താ പറയുക, വെരി വെരി അൺഫോർച്ചുനേറ്റ്. അപ്പോൾ നാട്ടിൽ വന്ന് ഒരു മാസമായി നമ്മൾ, ഇതിപ്പോൾ ഞാൻ വീഡിയോ എടുക്കുമ്പോൾ ഒരു മാസമായി. ആ ഒരു 3 ദിവസം കഴിഞ്ഞ് ഇപ്പോൾ വരെയും അച്ഛൻ ഹോസ്പിറ്റലാണ്. അവിടെ എത്തി. അവിടുത്തെ കാഷ്വാലിറ്റിയിലെ ബാക്കി പേഷ്യൻസിൻ്റെ എന്തോ ഫ്രം സംവെയർ ഹി ഗോട്ട് എൻ ഇൻഫെക്ഷൻ ചെസ്റ്റിൽ. അപ്പോൾ ആ ചെസ്റ്റ് ഇൻഫെക്ഷൻ്റെ ട്രീറ്റ്മെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുക എപ്പോഴും. ആൻഡ് ഇങ്ങനത്തെ ഒരു പേഷ്യൻ്റ് ആയതുകൊണ്ട് അവർക്ക് ആനസ്തേഷ്യ കൊടുത്തിട്ട് സർജറി ചെയ്യാനും ഉള്ള ബുദ്ധിമുട്ട്. അപ്പോൾ കുറേ ഉണ്ട് ഇതിൽ. എനിക്ക് അതിനെക്കുറിച്ച് ഇങ്ങനെ സംസാരിക്കാൻ പറ്റണില്ല ബിക്കോസ് ഓഫ് ഓൾ ദ we are all very stressed. ഇൻ ആൻഡ് ഔട്ട് ഓഫ് ഹോസ്പിറ്റലാണ് നമ്മൾ എവറി ഡേ. അമ്മയാണ് ഹോസ്പിറ്റലിൽ നിൽക്കണേ, ഞാനും സുള്ളായിട്ട് മാറി മാറി പോവും. കുട്ടികളുള്ളതുകൊണ്ട് ഇറ്റ്സ് ഹാസൽസ്. ആശു പ്രത്യേകിച്ച് എന്നെ വിട്ടങ്ങ് നിൽക്കില്ല. സോ വി ഹാവ് ടു ഓൾവേസ് ബി ദെയർ, ഒരാളെങ്കിലും വീട്ടിൽ. ആൻഡ് അച്ഛൻ്റെ ഇൻഫെക്ഷൻ ലെവൽസ്, ബ്ലഡിൽ ഓക്സിജൻ ലെവല്, അപ്പോൾ കുറേ ട്രാൻസ്ഫ്യൂഷൻ ചെയ്യേണ്ടി വന്നു, ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ചെയ്യേണ്ടി വന്നു, പ്ലാസ്മ ട്രാൻസ്ഫ്യൂഷൻ ചെയ്യേണ്ടി വന്നു. ഹെവി ആൻറ്റിബയോട്ടിക്സിലാണ്. പക്ഷെ അച്ഛന് ഇപ്പോൾ അനങ്ങാൻ പറ്റുന്നില്ല, ഹിപ്പിനാണല്ലോ അത് പറ്റിയിരിക്കണേ. അപ്പോൾ അവർ വന്ന് നഴ്സസ് ആർ ഓൾ ടേക്കിംഗ് ഗുഡ് കെയർ. വി ഹാവ് പുട്ട് ഹിം ഇൻ ദ റൈറ്റ് പ്ലേസ്. ബെസ്റ്റ് ഡോക്ടേഴ്സ് ഉണ്ട്. ഹീസ് ഗെറ്റിംഗ് ദ ബെസ്റ്റ് കെയർ ഹീ ക്യാൻ. അച്ഛൻ്റെ ചെസ്റ്റിൻ്റെ ഡോക്ടർ അവിടെ തന്നെ ഉണ്ട്, പൾമണോളജിസ്റ്റ്. മൂപ്പരാണ് ട്രീറ്റ്മെൻറ്റിലാണ് ഇപ്പോൾ. സോ എനിക്കതിൻ്റെ മെസ്സേജസ് വന്നുകൊണ്ടിരിക്കുക കേട്ടോ എപ്പോഴും, ആരെങ്കിലുമൊക്കെ ആയിട്ട് എപ്പോഴും. സോ ഐ ജസ്റ്റ് തോട്ട് എല്ലാവരെയും അറിയിക്കണം. ഞാൻ ചിലപ്പോൾ ഒരു ബ്രേക്ക് എടുക്കും. അച്ഛനും അമ്മയും എന്നോട് അതാ പറഞ്ഞിട്ടുള്ളത്, ദിസ് ഷുഡ് നോട്ട് എഫക്റ്റ് യുവർ ലൈഫ്, ദിസ് ഇസ് പാർട്ട് ഓഫ് ലൈഫ്. ഇതൊക്കെ സംഭവിക്കും, പ്രായമായാൽ ഇതൊക്കെ ഉണ്ടാവും. ബട്ട് ഇറ്റ്സ് വെരി ഹാർഡ് ടു ഇമോഷണലി ഡീൽ വിത്ത് സച്ച് എ സിറ്റുവേഷൻ. ഞാൻ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനായിട്ട് ഇങ്ങനെ ഫേസ് ചെയ്തിട്ടില്ല. ലൈക്ക് അറ്റ് വൺ സ്റ്റേജ് ഗോട്ട് റിയലി ക്രിട്ടിക്കൽ. അച്ഛൻ ICUലായിരുന്നു, വെന്റിലേറ്ററിലായിരുന്നു. ആൻഡ് ദേ സെഡ് പ്രാർത്ഥിക്കൂ. അങ്ങനത്തെയൊക്കെ ഒരു സിറ്റുവേഷൻ വരെ ക്രോസ് ചെയ്തു നമ്മൾ. ദെൻ വി ആർ ഓൾ പ്രേയിങ് ഫോർ ഹിം. എൻ്റെ അച്ഛൻ അറിയണ എല്ലാവരും they'll be praying because he's such a good person. അപ്പോൾ സോ സോറി, എനിക്കിത് എങ്ങനെയാണ് ചെയ്യേണ്ടത് എനിക്കറിയില്ലായിരുന്നു. ബട്ട് എത്ര പേരാണ് എന്നെ മെസ്സേജ് ചെയ്യണേ അറിയോ. അതുകൊണ്ട് ഐ തോട്ട് അറിയിക്കണം എല്ലാവരെയും ദാറ്റ് ദിസ് ഇസ് വൈ ഐ ബിൻ അവേ. അതുകൊണ്ടാണ് എൻ്റെ ഒരു വിവരം ഇല്ലാത്തത്. കുറേ പേര് എന്നെ യൂട്യൂബിലും കുറേ പേര് പറഞ്ഞു, ഇൻസ്റ്റാഗ്രാമിലൊക്കെ മെസ്സേജ് ചെയ്തു കിട്ടണില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് കുറേ പേര് എന്നെ, ഞാൻ ഇതൊന്നും ചെക്ക് ചെയ്യണില്ല കേട്ടോ. അതുകൊണ്ടാണ് ഐ ട്രൈ ടു റെസ്പോണ്ട് ബാക്ക്. ബട്ട് ഈ ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ടാണ്. വി ഡോണ്ട് നോ, നമ്മുടെ ലീവിൻ്റെ കുറച്ച് പ്രശ്നമുണ്ട്. സുള്ളിപ്പോൾ ഒരു പുതിയ ജോബ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. ഇപ്പോൾ അങ്ങനെ കുറച്ച് പ്രശ്നങ്ങൾ. സാലൂണ് സ്കൂൾ തുടങ്ങാറായി. അപ്പോൾ അച്ഛനമ്മയും പറഞ്ഞിട്ടുള്ളത് ഇറ്റ്സ് ലൈക്ക് യുവർ ലൈഫ് ഷുഡ് ഗോ ഓൺ, ദിസ് ഷുഡ് നോട്ട് എഫക്റ്റ്. ഇതൊക്കെ നമ്മൾ സോർട്ട് ചെയ്യണ കാര്യങ്ങളാണ്. വിൽ സോർട്ട് ഇറ്റ് ഔട്ട്. ഡോണ്ട് സ്റ്റോപ്പ് യുവർ ലൈഫ് എന്നാണ് കേട്ടോ. അപ്പോൾ അവരെപ്പോഴും എന്നെക്കുറിച്ച് അങ്ങനെ വിചാരിക്കുന്ന ആൾക്കാരാണ്. ചാനലിൻ്റെ കാര്യങ്ങൾ കണ്ടിന്യൂ ചെയ്യണം എന്നൊക്കെ എപ്പോഴും പറയുന്നുണ്ട്. സോ ഐ ട്രൈ മൈ ബെസ്റ്റ്. എന്തൊക്കെയാണ് എനിക്കിപ്പോൾ ചെയ്യാൻ പറ്റുക ഈ ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡിൽ എനിക്കറിയില്ല. നമുക്ക് തിരിച്ച് സിഡ്നി പോകേണ്ട ടൈമുമായി. സോ വി ആർ ജസ്റ്റ് ഹോപ്പിങ്. അച്ഛൻ്റെ സർജറി ഇതുവരെ ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ എല്ലാ ഡോക്ടേഴ്സും, നമുക്ക് ബാക്കി ഡോക്ടേഴ്സൊക്കെ ഓക്കെ പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ പൾമണോളജിസ്റ്റ് ഓക്കെ പറയണം. അച്ഛൻ്റെ റിസൾട്ട്സ് ഷുഡ് ബി ഓക്കെ. പിന്നെ അനസ്തേഷ്യ കൊടുക്കുന്ന ഡോക്ടറും ഓക്കെ പറഞ്ഞാലേ വി ക്യാൻ പ്രൊസീഡ് വിത്ത് ദ സർജറി. ആ ഹിപ്പിൻ്റെ ആ ഒരു ബോണൊന്ന് റീപ്ലേസ് ചെയ്തൊരു മെറ്റലിൻ്റെ ഒരു റോഡ് ഇട്ടിട്ട് വേണം. ആൻഡ് ദെൻ ഫിസിയോതെറാപ്പി ആൻഡ് ഓൾ ദാറ്റ് റിക്കവറി പ്രോസസ്സ് ഉണ്ട്. സോ നമ്മളെ കൊണ്ട് പറ്റാവുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാണ്ട് അവിടെ. ദ റെസ്റ്റ് ഇസ് ഓൾ വിത്ത് ഗോഡ്. അപ്പോൾ നമ്മൾ പ്രാർത്ഥനയും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കണ ഒരു വെരി ഡിഫിക്കൾട്ട് സിറ്റുവേഷനിലാണ് ഇപ്പോൾ ലൈഫ് നിൽക്കണേ. ഇതിപ്പോൾ എങ്ങനെയാണ് ബെറ്റർ എക്സ്പ്ലെയിൻ ചെയ്യാമെന്ന് എനിക്കറിയില്ല. ബട്ട് ഇറ്റ്സ് വെരി ഡിഫിക്കൾട്ട്. ഞാൻ കുറച്ച് ദിവസമായി ഇതൊന്ന് എടുക്കണം വിചാരിക്കണു. പക്ഷെ എനിക്കൊന്ന് എന്താ പറയുക,
ഐ എം നോട്ട് ഹാവിങ് ദ കറേജ് ടു ടോക്ക് അബൌട്ട് ദിസ് അതുകൊണ്ട് ഞാൻ കുറേ പേരെ അറിയിച്ചിട്ട് തന്നെ ഇല്ല ഫ്രണ്ട്സ് ഫാമിലി സർക്കിളിൽ, ബിക്കോസ് ഐ എം നോട്ട് ഏബിൾ ടു ടോക്ക് മച്ച്. കുറേ ഉണ്ടല്ലോ കാര്യങ്ങൾ, അപ്പോൾ അതൊക്കെ ഓരോ ദിവസം എല്ലാവരെയും അപ്ഡേറ്റ് ചെയ്യാനും എനിക്ക് പറ്റണമില്ല. അപ്പോൾ അച്ഛൻ്റെ ബ്രദർ സിസ്റ്ററിനെയൊക്കെ അറിയിച്ച്, പിന്നെ അമ്മയുടെ സിസ്റ്റേഴ്സിനെ അറിയിച്ചു. അവരെയാണ് എല്ലാ റിലേറ്റീവ്സും കോൺടാക്ട് ചെയ്യുന്നതും അറിയാനൊക്കെ. സോ എല്ലാവരും ചാനലിൽ വീഡിയോ എന്നെ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരും പ്ലീസ് പ്രേ ഫോർ ഹിം, കീപ്പ് ഹിം ഇൻ യുവർ പ്രേയേഴ്സ്. എന്തെങ്കിലുമൊക്കെ വിശേഷങ്ങളൊക്കെ ഒന്ന് ശരിയാവട്ടെ. വി ആർ ഓൾസോ ട്രൈ ടു സ്റ്റേ പോസിറ്റീവ്, ദാറ്റൊക്കെ ശരിയാവും. സോ എല്ലാം ഭേദമാവട്ടെ. സോ ഐ പ്രോബബ്ലി ടേക്ക് എ ബ്രേക്ക്. ഞാൻ എൻ്റെ ചാനലിൽ ഇത്രയും കാലങ്ങളിൽ ഞാൻ ഒരു ബ്രേക്ക് ഇട്ടിട്ടില്ല. ഓൾവേസ് ബ്രോട്ട് ഫോർവേഡ് കോണ്ടൻറ്റ് ഒക്കെ. പക്ഷേ ഇപ്പോൾ ഒരു സിറ്റുവേഷൻ അങ്ങനെയല്ല. ആൻഡ് ഐ ഹോപ്പ് എവറിബഡി അണ്ടർസ്റ്റാൻഡ്സ്. സോ വൺസ് എവറിത്തിങ്സ് മച്ച് ബെറ്റർ ഞാൻ തിരിച്ച് വരാം. ആൻഡ് ഐ വിൽ ബി അപ്ഡേറ്റിംഗ് ഓൾ ഓഫ് യു. എന്താണ് സിറ്റുവേഷൻ, എങ്ങനെയുണ്ട് അച്ഛനെന്നൊക്കെ ഞാൻ അറിയിക്കാം. മേ ബി നോട്ട് എ വീഡിയോ, ഷോർട്സ് ആയിട്ടോ എന്തെങ്കിലും. സോ എല്ലാവരും പ്ലീസ് കീപ് പ്രേയിങ്, പ്ലീസ് കീപ് സപ്പോർട്ടിങ്. എല്ലാവരും ഇത്രയും തന്ന സപ്പോർട്ട് ഇനിയും ചെയ്യൂ. So until we see you in the next video, this is bye from Shruti. Thank you.